നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ടെസ്റ്റിൽ ആ പെൺകുട്ടി കാർത്തിക അല്ലെന്ന് മനസ്സിലാക്കിയാൽ ആദ്യത്തെ കടമ്പ കഴിഞ്ഞില്ലേ? പൂർണ്ണമായും കത്തിക്കരിഞ്ഞു എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഹാർഡ് ടിഷ്യൂകൾ, അതായത് എല്ലുകളും പല്ലുകളും ഒക്കെ അവശേഷിക്കില്ലേ മാഡം? അത് മതിയല്ലോ മാഡം മരിച്ചയാളുടെ ബയോഡേറ്റ വരെ ലഭിക്കാൻ. മരണപ്പെട്ട പെൺകുട്ടി കാർത്തിക അല്ലെന്ന് തെളിഞ്ഞ അടുത്ത നീക്കം കാർത്തിക എവിടെ? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ പുറത്തു വരണം. ഇനി അവളെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ അവിടുന്ന് പുറത്തു ചാടിക്കണം. എങ്കിലേ വിഷ്ണുവേട്ടനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. പോലീസ് നടത്തിയ കത്തിക്കെറിഞ്ഞ കാർത്തികയുടെ ബോഡിയുടെ കഥയിൽ എനിക്കൊരു വിശ്വാസ്യതയും തോന്നിയില്ല മാഡം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ പിന്നാലെ ഒന്ന് സഞ്ചരിച്ചതും. ആസിഡിൽ മുക്കി വരെ ആളെ കൊല്ലുന്ന കാലമാ മാടത്. എന്നിട്ടും അതിന്റെ പഴുതുകളടച്ച് കേസ് തെളിയിക്കുന്നില്ലേ? വീപ്പയ്ക്കുള്ളിൽ കരീത്തറ കായലിൽ കണ്ട മൃതദേഹത്തിലെ എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു സ്ക്രൂവിൽ നിന്ന് പോലും അതാരാണെന്ന് തിരിച്ചറിഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടില്ലേ? അതുപോലെ ഇതും നമുക്ക് മനസ്സിലാക്കി തരും. അതിനുള്ള വഴി നമ്മൾ തെളിച്ചു കൊടുക്കണമെന്ന് മാത്രം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം അന്വേഷിക്കേണ്ട പോലീസ് തന്നെയാണ് നമ്മുടെ എതിരാളി എന്നതാണ്. അവരൊരുക്കുന്ന കുരുക്കുകളാണ് നമ്മൾ അഴിക്കേണ്ടത്. അതായത് നമ്മൾ ഹരിശ്രീ എഴുതി പഠിപ്പിക്കേണ്ടത് തലതൊട്ടപ്പന്മാരായ കുതന്ത്രങ്ങളുടെ രാജാക്കന്മാരെയാണെന്ന് ഓർക്കണം. കൃത്യമായ എവിഡൻസിന് മുന്നിൽ പതറിപ്പോകാത്തവരാരാണ് മാഡം ഉള്ളത്? പഴുതുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം. അതിന് മാഡത്തിനെ കൊണ്ട് കഴിയണം. നമുക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ചെയ്തു തീരാനും കണ്ടുപിടിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചെയ്യാൻ സർവേശ്വരൻ ശക്തി തരും മാഡം. പക്ഷെ വിഷ്ണുവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് എന്റെ സർവശക്തിയും ചോർന്നു പോവാ. എല്ലാം സഹിച്ചുള്ള നിൽപ്പ് കാണുമ്പോ അനു, എന്റെ സർവ്വനാടികളും തളർന്നു പോവാ. അങ്ങനെ തളർന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമല്ലേ മാഡം? ശക്തരാകുന്നത് ഇതെല്ലാം ചെയ്യിച്ചവരുമാണ്. നന്മയുടെ ജയം വരണമെങ്കിൽ തിന്മ പരാജയപ്പെട്ടേ ഒക്കൂ. മാഡമാണ് ഇപ്പൊ സാറിന്റെ ശക്തി. ആ മാഡം തളർന്ന പിന്നെ സാറിനും പിടിച്ചു നിൽക്കാനാവില്ല. പടയ്ക്കിറങ്ങാൻ തന്നെയാ തീരുമാനം. മഹാഭാരത യുദ്ധം നടക്കുമ്പോ തളർന്നു പോകുന്ന അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ കൃഷ്ണനുണ്ടായിരുന്നു. എനിക്കിവിടെ ആകപ്പാടെയുള്ളത് പാവം പിടിച്ച എന്റെ അമ്മയും. എന്തായാലും ശത്രുവിന്റെ ശക്തി കൊണ്ട് പതറാതെ മുന്നോട്ട് പോവുക തന്നെ വേണം. അതിനുപയോഗിക്കാവുന്ന ഏത് യുദ്ധതന്ത്രങ്ങളും ഉപയോഗിക്കും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പതറിപ്പോയാ എന്നും കത്തിച്ചു വെക്കുന്ന തിരിയുടെ കണക്ക് പറഞ്ഞ് ഭഗവാനെ തന്നെ വിളിച്ചു നോക്കാം. സഹായിക്കൊന്ന് നോക്കാലോ. പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ആർക്കോ ഒരാപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.